അയ്യോ ഒരു പാട്ടുണ്ടേനല്ലോ, എന്തേന്നു ആ മൊമെൻ്റ് ഉണ്ടാവില്ലേ, ഒരു പാട്ടിങ്ങനെ വരുന്നുണ്ട് പക്ഷേ കിട്ടണില്ല ഏതാ പാട്ട് എന്ന്. കിട്ടി മോളെ കിട്ടി, സാധനം കിട്ടി, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആര് പാട്ട് പറഞ്ഞു തരും. ഇങ്ങനെ യാതൊരു ധാരണയും ഇല്ലെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ടെക്നോളജി നമ്മളെ കൂടെ ഇങ്ങനെ ജീവിക്കുക. ഞാനിങ്ങനെ ആലോചിക്കുന്നു, ഈ ഒരു പരിപാടീൻ്റെ ഭാഗമായ എൻ്റെ ഒരു കഥ. ഇവിടെ കഥകളെ കുറിച്ചാണല്ലോ പറഞ്ഞത്, യാത്രകളെ കുറിച്ച്. ജോയേട്ടനെ ഒറ്റ ഫോൺ വിളി വിളിച്ചിട്ടുള്ളൂ. ആ ഫോൺ വിളി ഞാനിപ്പോൾ ഒന്നും കൂടി എടുത്ത് പരിശോധിച്ചു. 30 സെക്കൻഡാണ് കോൾ ഡ്യൂറേഷൻ. ഹലോ നെജ്മ, പരിപാടി വെക്കുന്നുണ്ട്. അപ്പോൾ എന്താ പരിപാടി? ഞങ്ങളിങ്ങനെ കുട്ടികളെല്ലാവരും ആദരിക്കുന്നുണ്ട്, എന്തായാലും വരണം. ഓ ഞാൻ എന്തായാലും വരാം, വേറെ എന്ത് പരിപാടി ഉണ്ട്, ഏതാ ദിവസം, എന്താ കാര്യം, ഒന്നും ഞാൻ നോക്കില്ല. എൻ്റെ ഒറ്റ ഉത്തരവേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ വരും എന്നുള്ളത്. ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ MP ഇവിടെ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഹോണറാണ്. BSTO വിളിച്ചപ്പോൾ എനിക്ക് അതേ ഹോണറാണ് അനുഭവപ്പെട്ടത്. കാരണം കുറേ കാലങ്ങളായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രൂപത്തിൽ തന്നെ ഞാൻ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ജോയേട്ടൻ എന്ന് പറയുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഗംഭീരമായ വിജയങ്ങൾ നേടി, ഏറ്റവും ചെറുപ്പക്കാരനെ ഒരു DCC പ്രസിഡൻ്റൊക്കെ ആയി, ഒരുപക്ഷെ കേരളം ഉറ്റുനോക്കുന്നൊരു മണ്ഡലമായി ഈ തവനൂരിൽ നിന്ന് വിജയം ഒരു ഏറ്റവും ഗംഭീരമായൊരു വിജയം കേരളത്തിന് സമ്മാനിച്ച ഏറ്റവും നല്ല രസമുള്ളൊരു നിയമസഭാ സാമാജികൻ, രാഷ്ട്രീയക്കാരനാണ്. പക്ഷെ ഞാനിങ്ങനെ ഓർത്തു, ഗഫൂർക്ക ഇവിടെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു കഥ പറഞ്ഞാൽ തുടങ്ങി. പറയാൻ ഒരുപാട് അഡ്രസ്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ KSU കാലം, അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ യൂണിവേഴ്സിറ്റി, എലക്ഷൻസ്, വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടം, തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ ഒരുപാട് അച്ചീവ്മെൻ്റ് ഉള്ളൊരു മനുഷ്യനാണ്. ഇവിടെ ഇരിക്കുന്നൊക്കെ അച്ചീവേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ്. പക്ഷെ PMA ഗഫൂർ അദ്ദേഹത്തിൻ്റെ സംസാരം തുടങ്ങിയത് ഒരു കഥ പറഞ്ഞിട്ടാ. പണ്ടൊരിക്കൽ, വളരെ പണ്ടല്ലാത്തൊരിക്കൽ, ഒരിടത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിൽ സീറ്റ് കിട്ടുമെന്നൊരു വിചാരിച്ച ഒരാൾക്ക് സീറ്റ് നിഷേധിക്കപ്പെടുന്നു. ആ നിഷേധിക്കപ്പെട്ടവൻ്റെ കഥ എന്ന് പറഞ്ഞ് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉള്ളൊരു മനുഷ്യനെ പിന്നീട് നമ്മൾ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു പരാജയത്തിൻ്റെ മുകളിലാണ് എന്ന് പറയുന്നത് എന്തൊരു ഐറണിയാണ്, എന്തൊരു വൈരുദ്ധ്യമാണ്. പക്ഷേ അത് പരാജയം പോലും ആയിരുന്നില്ല. അങ്ങനെയുണ്ടായ എല്ലാ മനുഷ്യനും സ്വാഭാവികമായി നിരാശ തോന്നുന്ന ഒരു മൊമെൻറ്റിനെ ഒരു ലീഡർ എന്ന രൂപത്തിൽ, ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രൂപത്തിൽ എങ്ങനെ നേരിട്ടു എന്ന ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ മുകളിലാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഓർക്കാൻ, അഡ്രസ്സ് ചെയ്യാൻ എല്ലാവരും താല്പര്യപ്പെടുന്നത്. അതെ, നിങ്ങൾ നേടിയ വിജയം, നിങ്ങൾ നേടിയ റാങ്കുകൾ, നിങ്ങൾ നേടിയ അച്ചീവ്മെൻറ്റ്, ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അത് എത്രത്തോളം വാല്യുബിൾ ആണ്, എത്രത്തോളം പരിശ്രമത്തിൻ്റെ, എത്രത്തോളം കഠിനാധ്വാനത്തിൻ്റെ റിസൾട്ടാണ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനും അപ്പുറത്തും ഈ കാലം വാല്യൂ ചെയ്യുന്നുണ്ട്. ആളുകൾ നിങ്ങളിലേക്ക് ഉറ്റുനോക്കുന്ന ഒന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ നിങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നാൻ വകയുണ്ടാവുന്ന ഒന്നുണ്ട്. അത് ഇപ്പം നേടിയ വിജയങ്ങളായിരിക്കില്ല. സക്സസ് എന്ന് പറയുന്നത്, വിജയം എന്ന് പറയുന്നത് അളക്കാൻ പോകുന്നതും ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ഈ ഏറ്റവും റീസെൻ്റായി കിട്ടിയ അച്ചീവ്മെൻറ്റിൻ്റെ പുറത്തും ആയിരിക്കില്ല. അത് ഗംഭീരമായൊരു അച്ചീവ്മെൻറ്റാണ്, ഞാൻ ആവർത്തിക്കുന്നു, വില കുറച്ച് കാണുന്നില്ല. പക്ഷേ ആ അച്ചീവ്മെൻറ്റിനും പുറത്ത് മുന്നോട്ടുള്ള വളരെ ദൂരമേറിയൊരു യാത്രയിൽ നിങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഷർമെൻറ്റ് ഉണ്ടാവും, ഒരളവ് പാത്രം ഉണ്ടാവും. ആ അളവ് പാത്രം എന്താണെന്നറിയോ? അത് നിങ്ങളുടെ പരിശ്രമമായിരിക്കും. അത് സാഹചര്യങ്ങളെ നിങ്ങളെങ്ങനെ നേരിടുന്നു എന്നതായിരിക്കും. ഇപ്പോഴുണ്ടായ ഈ വിജയത്തിലേക്ക് നിങ്ങൾ എത്താനെടുത്ത ആ വലിയ പരിശ്രമങ്ങളുണ്ടല്ലോ, ആ പരിശ്രമങ്ങളില്ലേ, ഇത് നിതാന്തമായി നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഇതിലും വലിയ സീരീസ് ഓഫ് വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നും ഉറപ്പാണ്. ഒരൊറ്റ ഇവൻ്റ് അല്ല സക്സസ് എന്ന് പറയുന്നത്, അത് ഈ പറഞ്ഞ പോലെ സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആണ്. ഇനി മുന്നിലേക്ക് ഇങ്ങനെ യാത്ര ഭയങ്കരമായിട്ട് വലുതുണ്ട്. ആ വലിയ യാത്രയിൽ നിങ്ങൾ ഏറ്റവും അധികം പോളിഷ് ചെയ്യേണ്ടതും ഈ ഒരൊറ്റ കാര്യത്തെയാണ്. നമ്മുടെ ഈ അധ്വാനത്തെ, ഈ താല്പര്യത്തെ, ഇഷ്ടത്തെ. ഇതില്ലാണ്ട് ഒന്നും ഇനിയുള്ള കാലത്ത് നമുക്ക് മുന്നോട്ട് പോകാനോ ആവില്ല. ഈ അധ്വാനിക്കാനുള്ള മനസ്സില്ലാണ്ട് നമ്മൾ ഒറ്റ പണിയും ചെയ്തില്ലെങ്കിലും ഏറ്റവും നന്നായി ജീവിക്കാൻ പറ്റുന്നൊരു കാലത്താണ് നമ്മളുള്ളത്. ഒരു പണിയും ചെയ്യണ്ട. ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പം സ്റ്റേജിൽ നിന്ന് ഒരാളെ ഞാൻ വിളിച്ചിട്ട് പറയാം, വരൂ ഇവിടെ നിങ്ങൾ പ്രസംഗിക്കണം. എന്തിനെക്കുറിച്ച് പ്രസംഗിക്കണം എന്നും ഞാൻ പറയാം. ചിലപ്പം വേൾഡ് കപ്പ് നടക്കുകയാണ്, നാളെ നടക്കാൻ പോകുന്ന മാച്ചിനെ കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കണം. ആദ്യം നമ്മളൊന്ന് സ്റ്റെക്കാവും. ഭയങ്കര ഫുട്ബോൾ ആരാധകനോ ആരാധികയോ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം.
ഇല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. നാളെ ഏതൊക്കെ ടീമുകൾ തമ്മിലാണ് മത്സരം നടക്കുന്നത്, ആ ടീമുകളുടെ മുമ്പുള്ള പെർഫോമൻസസ് എങ്ങനെയാണ് ഒരു വിന്നബിലിറ്റി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംശയമുണ്ട്. പക്ഷെ ഒരു ChatGPT കയ്യിലുള്ള മനുഷ്യനെ സംബന്ധിച്ചോ വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. വമ്പൻ കോൺഫിഡൻസാ. ജെമിനായി ഒരു വരവ് വരും. എന്താ വേണ്ടത്? ഞാൻ പറയും നാളെ നടക്കാൻ പോകുന്ന മാച്ചിനെ പറ്റി വേഗം പറഞ്ഞുതരും. ഇവരങ്ങ് പറഞ്ഞുതരും. എന്തൊക്കെ പറഞ്ഞുതരും? ഈ പറഞ്ഞ ടീമുകൾ ഏതാണ്, എന്തൊക്കെയാണ് അവർ കളിക്കാൻ പോകുന്ന ഓരോ പോസിബിലിറ്റീസ് അവരാണ്, അവരുടെ ഒരു ഡിഫെൻഡിങ് മൂഡ് എങ്ങനെയാണ്, ഈ കാര്യങ്ങൾ മുഴുവനായിട്ടും പറഞ്ഞു തന്നിട്ട് നമ്മളോട് പറയും പോയി പ്രസംഗിച്ചോ എന്ന് മാത്രമല്ല കൂടെ 2-3 ടിപ്സും തരും. പ്രസംഗിക്കുമ്പോൾ ആദ്യം വേദിയിലുള്ള ആളുകളെ നോക്കി ഇങ്ങനെ പറയണം, കണ്ണിൽ നോക്കാൻ മറക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ഒന്നും കൂടി ഉഷാറാക്കിക്കോ എന്നാര് പറഞ്ഞു തരും? മാസ്റ്റർ നമ്മളെ ChatGPT പറഞ്ഞു തരും. അല്ലെങ്കിൽ ജെമിന, ഏതൊരു ചാറ്റ് ബോട്ടാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്, ഈ AI ചാറ്റ് ബോട്ട് നമ്മളോട് പറയും ഹേയ് ഇതൊന്നൊരു പ്രശ്നമല്ല, മുന്നോട്ട് പോയിക്കോ. വല്ലതിനെ കുറിച്ചും പഠിക്കണോ? ഒരാവശ്യമില്ല. പഠിച്ചില്ലെങ്കിലും വളരെ നന്നായിട്ട് ഏത് കാര്യത്തെക്കുറിച്ചും വളരെ കൃത്യതയോടുകൂടി പറയാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന കുറേ ഉപകരണങ്ങൾ ഇപ്പം നമ്മളെ കയ്യിലുണ്ട്. ഒരു ടെക്നോളജി നമ്മുടെ മുന്നിലുണ്ട്. ടെക്നോളജി നമ്മളെ ജീവിതം വളരെ എളുപ്പമാക്കിക്കൊണ്ടിരിക്കുക. ആലോചിക്കേണ്ട. ഒരു പാട്ടൊക്കെ ഉണ്ടാവില്ല, ചിലപ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു പാട്ടൊക്കെ വരില്ലേ, അയ്യോ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, എന്തേന്നു ആ മൊമെൻ്റ് ഉണ്ടാവില്ലേ, ഒരു പാട്ടിങ്ങനെ വരുന്നുണ്ട് പക്ഷേ കിട്ടണില്ല ഏതാ പാട്ട് എന്ന്, ഭയങ്കര അസ്വസ്ഥതയെ പാട്ട് ഏതെന്നു നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഗൂഗിളിൽ മറ്റേ സാധനം വന്നല്ലോ, സെർച്ച് എഞ്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹമ്മിങ്, നമ്മളിങ്ങനെ ഹമ്മ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെ ഉള്ളിലുള്ള പാട്ട് ഏതേനു നമ്മൾ ആ ട്യൂൺ നമ്മളിങ്ങനെ ഇട്ടെടുത്താൽ മതി. ഗൂഗിൾ നമ്മളോട് പറയും കിട്ടി മോളെ കിട്ടി, സാധനം കിട്ടി, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആര് പാട്ട് പറഞ്ഞുതരും. ഇങ്ങനെ യാതൊരു ധാരണയും ഇല്ലെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ടെക്നോളജി നമ്മൾ കൂടെ ഇങ്ങനെ ജീവിക്കുക. നമ്മൾ വളരുമ്പോഴോ ടെക്നോളജിയും വളരും. AI ഒക്കെ വന്നിട്ട് വളരെ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ, വർഷങ്ങളായി അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ജനകീയമായിട്ട്. ആ മാസങ്ങൾ കൊണ്ട്, ചെറിയ വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തോരം മാറ്റമാണ് ഉണ്ടാക്കിയത്. ഇനി നിങ്ങൾ വളർന്നു പോകാൻ പോകുന്ന, നിങ്ങൾ ഏറ്റവും ഒരു കംപ്ലീറ്റായി എന്ന് പറയാൻ പോകുന്ന നിങ്ങളുടെ 25കളിൽ, നിങ്ങളുടെ 30കളിൽ, അഥവാ 2036, 2040 ഈ സാധനം എവിടെ പോയി നിൽക്കാൻ പോവാണ്? ആ കാലത്തേക്കാണല്ലോ ഇന്നത്തെ വിജയികളായ കുട്ടികൾ വളർന്നു വരുന്നത്. തലച്ചോറ് ഉപയോഗിച്ചില്ലെങ്കിലും ശരി, യാതൊരു പ്രയത്നവും ഇല്ലെങ്കിലും ശരി, നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു ടെക്നോളജി കാലത്തിലേക്കാണല്ലോ നമ്മൾ ഉയർന്നു പോകാൻ പോകുന്നത്. പക്ഷേ ആ കാലം ആവശ്യപ്പെടുന്നത് കൂടുതലായി ഈ പറഞ്ഞ ടെക്നോളജിയെ വെല്ലാൻ, യന്ത്രത്തെ വെല്ലാൻ യന്ത്രസമാനമായ ഒരു മനുഷ്യനുണ്ടാവുക എന്നതല്ല. യന്ത്രത്തെ വെല്ലാൻ അതിലും അധികം നന്നായി തലച്ചോറ് ഉപയോഗിക്കുന്ന മനുഷ്യനുണ്ടാവുക എന്നുള്ളത്. നമ്മൾ തലച്ചോറിൻ്റെ ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ് ഈ പറയുന്ന ഏതൊന്നുമായിട്ട് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൊടുത്ത വിവരങ്ങളെക്കാൾ കൂടുതലായി 1% പോലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഡാർക്ക് വെബിനോ ഡീപ്പ് വെബിനോ പോലും അറിഞ്ഞൂടാ. നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ് ഇൻ്റർനെറ്റ് മുഴുവനായും കിടക്കുന്നത്. അതിനും അപ്പുറത്തുള്ളത് നമ്മുടെ തലച്ചോറാണ്. കൾച്ചറിനെ അറിയുന്ന, ടേസ്റ്റിനെ അറിയുന്ന, ഈ വാല്യൂസിനെ അറിയുന്ന ഒരു തലച്ചോറ് നമ്മളെല്ലാവരുടെയും കയ്യിലുണ്ട്. ഇതിനെ നിരന്തരമായി എക്സസൈസ് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നല്ല മാനവികതയുള്ള, ഈ പറഞ്ഞ ബ്രെയിൻ എക്സസൈസ് കൂടുതലുള്ളൊരു തലമുറയായിക്കൊണ്ട് നിങ്ങൾ വളരട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ഗംഭീരമായ ഈ ചടങ്ങിൽ നിങ്ങൾ നേടിയെടുക്കുന്ന ഈ വിജയം, നിങ്ങൾ അർഹിക്കുന്ന ഏറ്റവും വലിയൊരു റെക്കഗ്നിഷൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആ റെക്കഗ്നിഷൻ ജീവിതത്തിലുടനീളം നിങ്ങൾക്കൊരു പ്രചോദനമാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.